Come on, take a stand with the better child. ഹലോ ഹലോ കൃഷ്ണപ്രഭ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഒരാളുണ്ടായിരുന്നല്ലോ. ഇപ്പൊ വരും സാർ, ഇപ്പൊ വരും സാർ. ഇത് ആക്ച്വലി ഞങ്ങൾക്ക് അടുത്ത മാസം ഒരു US ട്രിപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് സാർ വേണം അതിന്റെ കൊറിയോഗ്രാഫി ഞാനല്ല, ഞങ്ങൾ പെർഫോം ചെയ്യാനുള്ള ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത് തരേണ്ടത്. ഓ ഡാൻസിന്റെ. ഓക്കെ ഓക്കെ. ഞാൻ അതിന്റെ ഒരു വെസ്റ്റേൺ ടൈപ്പുള്ള ഒരു പുതിയൊരു സാധനം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും അതിന്റെ ഒരു CD വരാൻ വേണ്ടി ഒരു അരമണിക്കൂർ എടുക്കും. നമുക്കൊരു ന്യൂ ട്രെൻഡിലുള്ളത് വേണം. ന്യൂ ട്രെൻഡാണ് കാര്യം. ഇവിടെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒരു 6 മാസം കൊണ്ട് നമ്മളിത് ഭയങ്കര എല്ലാവർക്കും ഒരുപാട് പേർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. നന്നായിട്ടുണ്ട്. സോമനയുടെ ഒക്കെ കണ്ടിട്ടില്ലേ ഡാൻസ് ഒക്കെ? പിന്നെ തീർച്ചയായിട്ടും. അത് ആരാ സോമനയുടെ ഒക്കെ കമ്പോസ് ആരാന്നറിയോ? ഇല്ല, ആരാന്ന് ചോദിച്ചാൽ ആരാ നമ്പർ അറിയാമെങ്കിൽ ഞാൻ അവരുടെ ഒരു ക്ലാസ്സിൽ ഇവിടെ വെക്കാം. എന്നായിരിക്കും നമുക്ക് അപ്പോഴേക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇരുന്നോളൂ. സത്യം പറഞ്ഞാൽ നിങ്ങളെ സിനിമയിലേക്ക് കാണുമ്പോഴേ അതേപോലെ തന്നെ കേട്ടോ, അത്രയും ഗ്ലാമറും. എന്നാ നിങ്ങളുടെ പ്രോഗ്രാം എന്നാണ്? US എന്താണ്? അടുത്ത മാസമാണ് സാർ. അടുത്ത മാസമാണ്. അപ്പൊ ഡാൻസ് മാത്രമുള്ളത്? കോമഡി ഉണ്ട്? അല്ലല്ല, എല്ലാം ഉണ്ട്. സ്കിറ്റ്, പാട്ടുകളുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഡാൻസ് അതില്. അപ്പൊ നിങ്ങൾ ഒരു മാസം പോയി അവിടെ ആൾക്കാരുമായിട്ട് ബോറടിച്ച് അതോ അങ്ങനെയാണോ? അല്ല സോറി, ആൾക്കാരെ ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? എല്ലാം സാധിക്കുന്നുണ്ടല്ലോ. കോമഡിക്ക് കോമഡി, ഡാൻസിന് ഡാൻസ്, പാട്ടിന് ഒരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പള്ളി വാള് വാള് വെട്ടകം. ഇപ്പൊ സ്റ്റേജിൽ ഇപ്പൊ കൂടുതലും ഡാൻസിനേക്കാളും കൂടുതൽ ഇപ്പൊ ആൾക്കാരെ പാടാനാണ് വിളിക്കാറ്. ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ അവസാനമാണ് പാടുന്നത്. അത് സദസ്സ് പിരിച്ചുവിടാൻ വേണ്ടിയാണോ? പിരിച്ചുവിടാൻ വേണ്ടിട്ടല്ല. മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ? അറിയോ? എടാ അത് കിണു അല്ല, അത് കൃഷ്ണപ്രഭയാ. അത് എനിക്കറിയാതെ. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പൊ ഞങ്ങള് ഷോർട്ട് ഫോമിൽ സംസാരിക്കും. എന്നാ കിണു വിശേഷമൊക്കെ വീട്ടില് കൃഷ്ണപ്രഭയ്ക്ക് അറിയോ? എനിക്കറിയില്ല ഇയാളെ. ഇത് ആരാന്നോ? കിണു തലയിൽ കയറ്റമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ അറിയില്ലെന്നോ? അങ്ങനെ സംസാരിക്കരുത് കേട്ടോ, ചങ്ക് തകർന്നു പോയി. നീ അവിടെ നിന്ന് കിടക്കാതെ മാറിക്ക്. പോയി അത് കൃഷ്ണപ്രഭ. അവര് ഒരു പ്രത്യേക ഡാൻസ് പഠിക്കാൻ വേണ്ടി എന്നാലും ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സൂസു അല്ലേ? സൂസു അല്ലേ? സത്യം പറ. സരേനി കുട്ടി അറിയോ? കണ്ട അതേ അറിയാവുന്ന തലയാട്ടി കണ്ട. അറിയോ? ഇല്ല. എന്നാ ഉണ്ട് എന്നാ വായങ്ങണ്ടൊക്കെ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് അവരെ എല്ലാവരെയും അറിയാം, അവർക്ക് നിന്നെ അറിയത്തില്ല. അതാ പ്രശ്നം. നീ കിടങ്ങാതെ പോയി. നിങ്ങൾ എങ്ങനെ ഈ ബാനർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തേ? ഏത് ബാനർ? അല്ല എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കിയെടുത്ത. അവർ കഷ്ടപ്പെട്ടാ. പിന്നെ പറഞ്ഞുതരാം ചേട്ടാ. ഞാനത് ചോറിനാമെന്റോ എന്ന് ചോദിക്കുമായിരിക്കും. അപ്പൊ സൂസു ഇങ്ങോട്ട് നോക്കാം. പറഞ്ഞു കൃഷ്ണ വന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾ സ്റ്റേറ്റ്സിൽ പോവാണല്ലോ. കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അമേരിക്ക പോയിട്ട് ഡാൻസ് എന്ന് പറയുന്നത് കണ്ടംപററി ആണോ ഫ്യൂഷൻ ആണോ? ഞങ്ങൾക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ട്. ഫ്യൂഷൻ ആണല്ലോ ഒരു ട്രെൻഡ് ആയിട്ട്. ശരിക്കും സരയുവിന്റെ പേര് സരയു തന്നെ ആയിരുന്നു ആദ്യം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ആദ്യം സരസമ്മ എന്നാണ്, പിന്നെ യോയോ കൂടി ഇപ്പൊ സിനിമ വന്നതിന് ശേഷം സരയു. ശരിയാണോ? അല്ല, സരയു തന്നെയാണ് യഥാർത്ഥ പേര്. ആണോ? അതുപോലെ കൃഷ്ണപ്രഭയുടെ കൃഷ്ണകുമാരി അമ്മയെന്നോ അങ്ങനെ ശരിയാണോ? ഞാനിങ്ങനെന്തോ സരയു എന്ന് പറയുന്നതിന്റെ അർത്ഥം അറിയാമല്ലോ അല്ലേ? നദിയുടെ പേര്. ഒരു നദിയാണ്. ആ നദി ഒഴുകുന്നത് പോലെ ആ നദി ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. ആ നദി ഇപ്പൊ കഷ്ടപ്പാടിലാണ്. ആണോ? ഒരാൾ ഇപ്പോഴും ആദ്യം നമ്മൾ ചോദ്യത്തിന് നോർമൽ ഇതായിട്ടില്ല. ആദ്യം നമ്മൾ സരസമ്മേന്ന് പേര് വെച്ചു. ഇപ്പൊ എന്റെ പേര് സരയു അടക്കില്ല. സരസു. ഇതൊക്കെ കോളേജിൽ ഇരട്ട പേരുകളായിരുന്നു. സരസു, കരയു, പറയൂ, കുറെ പേരുകളുണ്ടായിരുന്നു. സരയു കോമ്പയറിംഗ് ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? ഫസ്റ്റ് കോമ്പയറിംഗ് ആണ് ചെയ്ത് തുടങ്ങുന്നത്. എന്തെങ്കിലും അബദ്ധങ്ങൾ? അതേ ഉള്ളൂ, അതുകൊണ്ടാണല്ലോ ഈ പരിപാടി നിർത്തിയത്. പാട്ടുകാരൻ സ്റ്റേജിൽ ഇങ്ങനെ പാടി മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ പാടി തുടങ്ങിയപ്പോൾ അക്ഷരം മാറിപ്പോയി. അത് കേട്ടിട്ടുണ്ടോ? അത് പുള്ളി പാടി മടക്കുറയാ, സോറി മറക്കുടയാൽ മുഖം മറയ്ക്കും. ഞാനപ്പോൾ ഇയാളെ ഇങ്ങനെ നോക്കി. ഇയാൾ പക്ഷേ പാട്ട് ഫുള്ള് പാടി തീർത്തു. പിന്നെ കൃഷ്ണപ്രഭ ഒരുപാട് ഗസ്റ്റ് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടല്ലേ? കൊണ്ടുവന്ന സ്പോൺസർമാരുടെ ഒരുപാട് കോമഡികൾ നിങ്ങൾ പറയാറുണ്ട്. ഞാനൊരു ഷോ കാണാൻ പോയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തതല്ല, തെറ്റിദ്ധരിക്കരുത്.
കാണാൻ പോയി. അത് ഞങ്ങൾ തീരുമാനിക്കാം. ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ഇല്ല ഞാൻ ഒരു ഷോ, ഞാൻ സാറിന് എറണാകുളത്ത് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോഴൊക്കെ ഞാൻ പുറത്തുള്ളവരുടെ ഒക്കെ പ്രോഗ്രാംസ് കാണാൻ ഞാൻ പോകുന്ന ഒരാളാണ്. എപ്പോഴും ഫ്രീ ടൈം ആണോ കൂടുതൽ അതോ ആവശ്യമില്ലാത്ത സത്യങ്ങളൊക്കെ പറയാൻ? അപ്പോൾ ഇതുപോലെ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പോൺസറുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഷോയ്ക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ഷോ കാണാൻ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു പിന്നെന്താ കൃഷ്ണ വരാം എന്നാണ്. ഞാൻ പറഞ്ഞു ശരി ഓക്കെ, ആരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഷോയ്ക്ക് ഭയങ്കരതല്ലേ ലതാ മങ്കേഷ്കർക്ക് വരുന്നുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു ലതാ മങ്കേഷ്കർ, അയ്യോ എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര ഫാനാണ് അവരുടെ, എനിക്ക് പാട്ട് ഇതൊക്കെ അവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എന്തായാലും ഒന്ന് അവരെ ഒന്ന് കാണാമല്ലോ എന്ന്. ലതാ മങ്കേഷ്കർ വരും, പാട്ട് പാടും, സ്കിറ്റ് ചെയ്യും, ഡാൻസ് കളിക്കും. ഞാൻ ലതാ മങ്കേഷ്കർ സ്കിറ്റൊക്കെ ചെയ്യുമോ? പിന്നെ ഞാൻ അവരുടെ ഫോട്ടോ കാണിച്ചാൽ എന്തേ നോക്കിക്കേ എന്ന് പറഞ്ഞു ഇങ്ങനെ നോക്കിയപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റ് മങ്ക മഹേഷാണ്. പുള്ളി പറഞ്ഞ പ്രണയങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ്. പ്രണയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ നടിമാരെയും ഒരുപാട് പ്രണയങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പിടിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രണയം കൃഷ്ണയ്ക്കുള്ളതായിട്ട് ഇങ്ങനെ അറിഞ്ഞു ഇല്ലേ സയ്യിദ്? നീ പറഞ്ഞു എന്തേ ഇല്ലില്ല ഒരു പ്രണയം എവിടെയോ കിടപ്പുണ്ട്. ഞാൻ വേണേ ക്ലൂ ഒക്കെ തരാം. ഒന്ന് ക്ലൂ തരുമോ? എന്നാ ആ പുള്ളി ഒന്ന് പരിചയപ്പെടാലോ. ശരിയല്ലേ? എന്തുകൊണ്ട് അങ്ങനെയുണ്ട്? അല്ലെങ്കിൽ കേട്ടായിരുന്നു, അതാ ചോദിച്ചുണ്ടോ ഇല്ലയോ? എന്താണ് കേട്ടത്? പറഞ്ഞു ഈ കാര്യം ഇവിടെ വെച്ച് പറഞ്ഞു, കുഴപ്പമില്ല നമുക്ക്. ഇല്ല വേറെ ആരോടും പറയില്ല അല്ലേ? സരയൂന്റെ സങ്കല്പത്തിലെ ഉള്ള പ്രാണനാഥനെ കുറിച്ച്, പ്രണയനായകനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വാദോരാതെ എപ്പോഴും പറയുന്ന ആളാണ്. എന്താണ് സരയൂന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു ഭർത്താവിന്റെ രൂപകൽപ്പനകൾ എന്തൊക്കെയാണ്? ഒരുപാട് സങ്കല്പങ്ങളുണ്ട് എനിക്ക് ഭർത്താവിനെ പറ്റി. ടാക്സ് കൊടുക്കണ്ടല്ലോ, ഫ്രീ ആണല്ലോ. അല്ല എന്താ പറയാ, നല്ലോണം സ്നേഹിക്കുന്ന ആളായിരിക്കണം, സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും. നല്ലോണം സ്നേഹിക്കുന്ന ആളായിരിക്കും. ഒരു മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് ഒരു കുറിയൊക്കെ തൊട്ട് ഒരു നാടൻ ഭർത്താവാണെങ്കിൽ സന്തോഷം. അത് പഴയ ബ്രോക്കറുടെ വേഷമാണ്. ഇപ്പൊ ഇല്ലല്ലോ ആ വിഭാഗം, കുറഞ്ഞല്ലോ. ഇപ്പൊ മാരേജ് ബ്യൂറോ ആയി. അതെ ബ്യൂറോ ആണ്. പിന്നെ അത്യാവശ്യം പാട്ട് പാടുന്ന ആളാണെങ്കിൽ അത് വേണം, സന്തോഷം. കുറച്ച് ഹ്യൂമർ സെൻസ്. പറഞ്ഞ പാട്ടല്ലോ, നല്ല പാട്ടല്ലേ? അതായിരിക്കും മിക്കവാറും പാടുക. അതെയോ, അതിനാണ് സാധ്യത കൂടുതൽ. കുറച്ച് എന്താ പറയാ, കവിത കഥ എഴുത്തൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ അതും സന്തോഷം. കുക്ക് ചെയ്യാൻ അറിയണം, അത്രയൊക്കെ ഉള്ളൂ തൽക്കാലം. പ്രോഗ്രാം ഇടയ്ക്ക് ബുക്ക് ചെയ്യാൻ അറിയാം. അതെ, ഇത്ര ആളായിരിക്കണം. ചായയെങ്കിലും ഇടാൻ അറിയണം. ഒരു ചായയെങ്കിലും, കുക്കിംഗ് അറിയായിരിക്കണം, പാട്ട് പാടാൻ അറിയായിരിക്കണം. ഇതെന്താടാ ഇത്? എന്തായി കാണിക്കണേ? നീ ഇങ്ങനെ കളം വരയ്ക്കാൻ എന്തിനാണ്? സൂസൂനെ എന്നാ കണ്ടിട്ട് പോ. ഓ ചായ കൊണ്ട് വന്ന കേട്ടോ. ചായ പിന്നെ മറ്റേ ഹ്യൂമർ സെൻസ്, കറി വെക്കാൻ അറിയണം, പാട്ട് പാടാൻ അറിയണം, സൗന്ദര്യം ഉണ്ടാവണം. കറി വെക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഏറ്റവും നന്നായിട്ട് കറി വെക്കാൻ ഞാൻ ചക്കൂരും വാങ്ങിയാട്ടോ. ഇത് സംഭവം പിടി കിട്ടിയോ? സരയൂന്റെ ഭാവി വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ പറഞ്ഞപ്പോ ആ സങ്കല്പങ്ങൾ കേട്ടിട്ടാണ് ഈ ഭാവി വരൻ വന്ന് ഇവിടെ നിൽക്കുന്നത്. മുണ്ടെടുത്തു, ചന്ദനക്കുറി ഇല്ലാത്തതുകൊണ്ട് ഈ ബിസ്ക്കറ്റ് ഒരെണ്ണം ഒടിച്ച് ചായയിലും മുക്കി തലയിലും. ഇത് ബിസ്ക്കറ്റാണോ? ബിസ്ക്കറ്റാ. ഉറുമ്പരിക്കാൻ നോക്കണം. ഉറുമ്പരിച്ചാലും വേണ്ട, ഞാൻ ഇതിനെ കൊണ്ടേ പോകും. തീരുമാനിക്കണ്ടേ? ഇനി പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. സംസാരിച്ചോളൂ. അത് ശരി. അല്ല പെണ്ണെ ഇഷ്ടപ്പെടണ്ട, നീ മാത്രം എന്ന് പറഞ്ഞാൽ പറ്റും. ഞാൻ പറഞ്ഞു വളച്ചെടുക്കാൻ. ഞാൻ പെണ്ണിനെ സരയൂന് ഇഷ്ടപ്പെടുമോ നോക്കട്ടെ. സരയൂ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഇവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വിരോധം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ലോകത്തിലായി ചായ ഒന്നും എടുക്കാൻ എടുക്കുക. എന്നാലും ഈ ചടങ്ങിന് ഇങ്ങനെ ഉള്ളത് അത് വേണ്ട. സരയൂന് ചായ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഞാൻ ചായ കുടിക്കാറില്ല. വിട്ടോ, ഫോട്ടോ വിട്ടു. ദാമ്പത്യത്തിൽ കൈയിട്ട് വരുന്നു. ദാമ്പത്യത്തില അത് ചായയിലല്ലേ കൈയിട്ട് വരുന്നത്. കപ്പിന്റെ അകത്താണോ നിങ്ങളുടെ ദാമ്പത്യം ഇരിക്കുന്നത്? ഈ ചായ കൊടുക്കുമ്പോ ഇവിടെ നിന്ന് തുടങ്ങും അങ്ങോട്ട് ഫസ്റ്റിലെ വരെ. ഈ ചായ കുടിച്ച് കഴിയുമ്പോൾ നല്ല ചായ അവിടെ നിന്ന് വല്ല പിന്നെ പേര് വയ്ക്കും. എവിടം വരെ പഠിച്ചു, പാട്ട് പാടാൻ അറിയാമോ? പാട്ട് ഞാൻ നന്നായിട്ട് പാടാം. പറഞ്ഞ അലക്കട്ടെ ഞാൻ. മാനം തെളിഞ്ഞ് നിന്നാൽ മനസ്സും നിറഞ്ഞ് വന്ന് വേണം കല്യാണം.
ദാസേട്ടൻ പോലും എന്നെ കൈ തന്ന് എനിക്ക് അഭിനന്ദിച്ചതാണ്. എവിടെ കൈ തന്നത്? കയ്യിൽ തന്നെയാണ്. ഇവിടെ ആയിരിക്കും. അല്ല ചോദിക്കായിരുന്നു. ഭാവി ഭാര്യയുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കി സംസാരിക്കല്ലേ. ശരി ശരി. മനസ്സ് തളർന്നു പോകും. ഇല്ലില്ല. അപ്പോൾ നമ്മുടെ കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞില്ല. നമ്മുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. അല്ല ഞാൻ വീട്ടുകാരോട് വിളിച്ച് പറഞ്ഞു, നാളെ ഒരു ആപ്പ വന്ന് വീട്ടിലങ്ങ് നിൽക്കും. പണിയൊന്നുമില്ല. ആപ്പയാ? വീട് പണിയൊക്കെ കഴിഞ്ഞു. പെണ്ണ് കാണാൻ വന്ന് ചേട്ടനും അമ്മാവനും അച്ഛനൊക്കെ കൂടിയിട്ട് ഭക്ഷണം എന്തിനുണ്ടാക്കി വെക്കാൻ വേണ്ടോ? എനിക്ക് മിച്ചറെന്ന് പറഞ്ഞാൽ എന്റെ ജീവനാ. ഒന്ന് പോയി. അപ്പോ ഇത് എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. ഇതൊന്നും അല്ല എനിക്ക് വേണ്ട. ഒന്നുമില്ല. ഇതൊന്നുമല്ല വേണ്ടേ? ഒന്നും വേണ്ട. ഞാൻ പോയെന്ന ഒരു ബിരിയാണി മേടിച്ചോളൂ. കഴിച്ചോളൂ, കഴിക്കുക എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ. ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. ഇവിടെ താല്പര്യമില്ല. ഇല്ല, തീരെ താല്പര്യമില്ല. നമുക്കന്ന് ഒരു ചായ കുടിച്ചാലോ? ഇതൊക്കെ നിത്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? അല്ല എനിക്ക് അറിയാൻ മേലാത്രം ചോദിക്കാം. അവിടെ ഉപേക്ഷിച്ച സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഞാൻ എന്താ വേസ്റ്റ് ബിന്നോ? ശരിയാ. അല്ല നമ്മള് ചെന്ന് കാണുന്ന പെണ്ണുങ്ങളെല്ലാം അപ്പൊ തന്നെ കെട്ടണമെന്നില്ലല്ലോ. ഇത് എനിക്കൊന്നും വേണ്ട. സ്ഥിരം പരിപാടിയല്ലേ, 2 ചായയും ബിസ്ക്കറ്റും. ഹലോ കിട്ടും. എന്തിനാ പറയുന്നത്? പിന്നെ വിളിക്കാം. ഈ ആവശ്യമില്ലാത്ത പെണ്ണും കണ്ട് അവരെന്തെങ്കിലുമൊക്കെ പറയാം. അത് കേട്ട് അവിടെ നിൽക്കണ്ട, വേറെ പ്രാക്ടീസ് ചെയ്യും. ഇത് കഴിഞ്ഞ് അരമണിക്കൂർ ഞാൻ ഡാൻസ് പഠിപ്പിച്ച് വിടാനുള്ള. ഇവിടെ നിങ്ങളെല്ലാവരും മുമ്പിൽ വെച്ച് നന്താളിച്ചു പോയി. ശരിയല്ലേ? വിളിക്കാം. എന്നാൽ ഒരിക്കൽ കൂടി വേണ്ട എന്ന് എനിക്കറിയാം. ഞാൻ പോക്കോളാം. ക്ഷമിക്കണം, ഇവിടെ ഇങ്ങനെ ഒരാൾ ഉള്ളതാണ്. അതായത് കൃഷ്ണയുടെ നല്ലതായിട്ട് പാട്ട് പാടുമെന്ന് പറയാം. രണ്ടുപേരും ഒന്ന് കേൾക്കുകയാണെങ്കിൽ ഞാൻ അതിനൊരു സ്റ്റെപ്പ് ഞാൻ ഫോം ചെയ്ത് തരായിരുന്നു. അപ്പൊ ഞാനൊരു പാട്ട് പാടാം. അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പാട്ടാണ്. നോക്കട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ആ പാട്ടൊന്ന് കേൾക്കട്ടെ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയെത്ര കുത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ, മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. കമ്പോസ് ചെയ്യാൻ പറ്റിയ പാട്ടാണ്. നല്ല സ്പീഡുള്ള പാട്ട് എന്താണ് പാടുന്നത്? സാധാരണ ഇടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ടല്ലോ. ഏതാണ്? പള്ളിവാട്. പള്ളിവാട്. പള്ളി വേണം പാടാം. പക്ഷെ എനിക്ക് എൻ്റെ കുറെ കാലമായി ഞാനത് സ്റ്റേജിൽ പാടിയിട്ട് ഇപ്പോൾ എൻ്റെ ലിറിക്സ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്നാലും നമുക്ക് അതിൻ്റെ അറിയാനുണ്ടല്ലേ? സ്റ്റേജിൽ പാടാതിൻ്റെ അറിയാണ്ട്. ആളൊന്നും നന്നായിട്ടുണ്ട്. പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങാം. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങാം. അങ്ങനെ ഇനിയെല്ലാം മറന്നിടാം, നല്ലച്ഛനും മറന്നിടാം, ചതിപേരുക ദാരികനെ കൊല ചെയ്തു വന്നിടാം. അങ്ങനെ പള്ളിവാള് ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങാം. അങ്ങനെ ഈ അക്ഷരമില്ലായിരുന്നു ഈ പാട്ട് എങ്ങനെ പാടിയല്ലേ? നമ്മൾ സിനിമകൾ ഒരുപാട് കാണുമ്പോൾ അയ്യോ ആ വേഷം കണ്ടെന്ന് അല്ല ആ സീൻ കണ്ട നമ്മൾ എപ്പോഴും ഓർത്ത് ചിരിക്കുന്ന ഒരു സീൻ കാണും അല്ലേ? അത് ഒരുപാടുണ്ട്. കുറെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ ഇടക്കാലത്ത് ഇറങ്ങിയ അത് 90s ഉള്ള 80s സിനിമകളായിരിക്കും. ഒന്നല്ലെങ്കിൽ ലാലേട്ടന്റെ സീൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഒന്ന് പറയാൻ പറ്റിയ ഒരു സീൻ പറയാമോ? താളവട്ടത്തിലെ ഡയലോഗ് ഉണ്ട്. താളവട്ടത്തിലെ സീൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നതിനകത്ത് അതുകൂടെ ഒന്ന് കയറ്റാമായിരുന്നു. റെഡി? ഇതൊന്ന് ഇതിലെ അമ്പളിച്ചാരം കുടിയാനാണ്. അപ്പൊ മുണ്ടൊന്നും ശരി കുടിക്കണമെന്നില്ല കേട്ടോ. നാരായണ. നമസ്കാരം സാർ. സാറിനെ കണ്ട് അവസാനമായിട്ടൊന്ന് അപേക്ഷിക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഒരബദ്ധം പറ്റിപ്പോയി. സാർ എന്നെ ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനൊരു അവസാന വാക്ക് പറയരുത്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. അപ്പോ സാർ തീരുമാനിച്ചു കഴിഞ്ഞു? അതെ.
അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരുവാ? നാരായണ പൂരായട പോവേ. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണെന്ന്. താ ഒരു പുല്ലുമല്ല. 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് സാഹിബിന് അരിവെച്ചു കൊടുത്ത് കിട്ടിയ കാശ് കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തന്മാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേ താൻ. തന്നെ ഞാൻ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താനൊക്കെ മറ്റേ ചിട്ടയൊരാളല്ലേ, മിലിറ്ററി. പക്ഷേ ഞങ്ങള് ജോലിക്കാരെ ചിട്ട പഠിപ്പിക്കുന്നതിന് മുമ്പ് താൻ തന്റെ മോളെ നിലയ്ക്ക് നിർത്തണം. യൂക്കാലിപ്റ്റസ് മരത്തിനിടയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് മരം ചുട്ടി ഓടുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ കണ്ട്. തന്റെ സ്വന്തം മോളും തന്റെ ആശുപത്രിയിലെ വാക്ലനും. അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ. രവീന്ദ്ര, തന്നെയും തന്റെ മോളെയും ഈ നാട്ടിൽ ഈ നാരായണം നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? പോട്ടെ സാർ. ഞാൻ ചിരിക്കാനൊക്കെ നിന്ന പാടെ എനിക്കറിയാം. പൊളിച്ചു. എന്റെ സരയു. ഞാൻ പക്ഷെ പൊതുവെ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ്. അന്നിരുന്നിട്ട് ഇപ്പൊ 1/2 മണിക്കൂർ ആകാറാവുന്നു. CD അല്ലേ? അതൊക്കെ എപ്പോഴും റെഡിയാണ്. സരയു സരയു കെടാവിളക്കേ. അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. വന്ന് കയറി എന്നെ കളിയാക്കിയിട്ട് കവിത. ഞാൻ ആദ്യം ചോദിച്ചത് സരയുടെ ആദ്യമേ ചോദിച്ചപ്പോ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തു, ഇത്തരത്തിലേക്ക് ഇത് നീങ്ങി പോകരുത്. അപ്പൊ ഇനി സരയു കവിത എഴുതുന്നുണ്ട് അല്ലേ? കവിത എഴുത്തെനിക്കിഷ്ടം. ഇതാരാണ് ശരിക്കും കവിത എഴുതാൻ പറ്റുമെന്നുള്ളത് കണ്ടുപിടിച്ച ആരാണ്? സാറാണ്. UP-ൽ ഉണ്ടായിരുന്നത്. എന്നെ UP ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാറാണ്. ആ സാർ ഇപ്പോഴും ഉണ്ടോ? ജീവനോടെ ഉണ്ടോ? അതോ അല്ല, സാർ ഇപ്പോഴും ഉണ്ടോ ചോദിക്കല്ലോ. അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചല്ല. സാറ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് എന്തായാലും കവിത എഴുതാനുള്ള ഒരു മനസ്സും കവിത എഴുതാനുള്ള ഒരു കഴിവും കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ സാറിന് ചൊല്ലി കള്ളൻ എന്ന് പറഞ്ഞൊരു പഴയ കവിത. അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ ആദ്യം വിളിച്ചതെൻ്റെ അമ്മ. അമ്മിഞ്ഞ പാലു നുണയുന്ന നേരം അമ്മ വിളിച്ചു നീ കള്ളൻ. ഓടുമ്പോൾ ചാടുമ്പോൾ ഒന്നവനാകുമ്പോൾ കൂട്ടുകാർ വളർത്തുന്നു കള്ളൻ. ഈ കള്ളന്റെ കവിതയായിരുന്നു അന്ന്. പുറത്തുനിന്നപ്പോ ചെറിയൊന്ന് ചെവിയൊന്ന് കൂർപ്പിച്ചപ്പോ കവിതയോട് ചെറിയ താല്പര്യമുണ്ട് എന്ന് ഞാൻ കേട്ടു. ശരി, കവിതയിലൂടെ വീഴ്ത്താം. ആ റൂട്ടൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരെണ്ണം കൊള്ളാതിരിക്കുമല്ലോ. ഇതുപോലെ മാങ്ങ കിടക്കുമ്പോൾ ഒരു എറിഞ്ഞാൽ ഒരെണ്ണത്തിനെങ്കിലും കൊള്ളുമല്ലോ എന്ന് പറഞ്ഞ പോലെ. ആരെ കുറിച്ചാണ് കവിത എഴുതിയിരിക്കുന്നത്? എല്ലാം ഞാൻ 2 പേരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് പൊട്ടിക്കുന്ന പ്രഭയെ കുറിച്ച് ഞാനൊരു ഗാനം ആലപിക്കാം. തൊണ്ടേ പിടിഞ്ഞേക്ക് ഫീമെയിൽ ടോൺ ആയി പോയത്. മണ്ണിൽ നിന്നുണ്ടായ പ്രഭയ, വിണ്ണിൽ നിന്നുണ്ടായ പ്രഭയ, സിനിമയ്ക്ക് കിട്ടിയ പ്രഭയ, മലയാള സിനിമയ്ക്ക് കിട്ടിയ പ്രഭയ, കൃഷ്ണപ്രഭയ കൃഷ്ണപ്രഭയ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. അയ്യോടാ, ഈ കൂടെ ഇപ്പൊ ജനാർദ്ദന ചേട്ടനും ഉണ്ടായിരുന്ന ഈ പാട്ട് കറക്റ്റ് ആയിരുന്നു. ഇത് ഞാൻ എഴുതിയത് പ്രണയിനെ നഷ്ടപ്പെട്ട പ്രണയൻ പാടുന്ന ഒരു ഗാനമാണ്. സരയു സരയു കെടാവിളക്കേ നീ കരയാതെ കരയാതെ എൻ സരയു. ഇതിലെങ്കിലും പച്ച പിടിക്കാൻ പറ്റില്ലെങ്കിൽ. അപ്പോ ഒരു മിനിറ്റ് ചേട്ടൻ ഇവിടെ ഒന്ന് നിൽക്കൂ. ഇതെന്താ നമ്മൾ
ഉദ്ദേശിക്കണേ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. 2 സെക്ഷൻ ഞാൻ സഹിച്ചു. നിനക്കിതൊന്നും ഫീൽ ചെയ്യുന്നില്ലേ? ആർട്ടിസ്റ്റുകൾ എന്ന് പറയും നമ്മളെ കൊണ്ടിരുത്തിയിട്ട് ഇത് എന്താ ഇത്? അങ്ങനല്ല, ഇത് പുള്ളി തമാശക്ക് വേണ്ടി പാടിയതേ. തമാശക്ക് വേണ്ടി പാടിയത് ഞാൻ ചേട്ടത്ത് അല്ല ചിരിക്കൊന്നും വേണ്ട പ്രയത്നം. ഞാൻ കാര്യമായിട്ട് തന്നെ പറയാം. ഞാൻ ഫസ്റ്റ് തന്നെ സൂചിപ്പിച്ചു ഇത്തരത്തിലേക്ക് ഇത് നീങ്ങി പോകരുത്. ഇല്ലെന്നേ, ഇതിപ്പോൾ കൃഷ്ണപ്രഭയ്ക്ക് പ്രശ്നമില്ല. ഇപ്പോൾ സരയനെ കുറിച്ച് 2 ലൈനിലേ പാടിയുള്ളൂ. പിന്നെ അതിപ്പോൾ എത്ര പ്രശ്നമാകണ്ട. വെറുതെ അവമാനിപ്പിച്ച് വെറുതെ വിടുമ്പോൾ അങ്ങനെ പറഞ്ഞല്ല ഞാൻ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ ബിനു പറഞ്ഞു ചേട്ടൻ തന്നെ നോക്കൂ. ചേട്ടനൊരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് വിളിച്ചു, ഇവിടെ വന്നിരിക്കുന്നു. ചേട്ടനെ കളിയാക്കി 1 സെക്ഷൻ കഴിഞ്ഞു, 2 സെക്ഷൻ കഴിഞ്ഞു, 3ാമത്തെ സെക്ഷൻ ആവുന്നു, കവിത എഴുതുന്നു. ഇത് എന്താ ചേട്ടാ? ചേട്ടൻ പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ ഒന്നും പറഞ്ഞതല്ല. ഞാൻ കംപ്ലീറ്റ് പ്രോഗ്രാമിന്റെ ഒരു ഫോർമാറ്റ് വെച്ച് ചോദിച്ചതാ. സരിക ഞാൻ പറഞ്ഞില്ല, സരിക ആദ്യം മുതലേ ഭയങ്കര മൂഡൗട്ടാണ്. ഞാൻ ചോദിച്ചത് എന്താണ് ഞാൻ ഫസ്റ്റ് തന്നെ മൂഡൗട്ടായി. നമ്മള് അങ്ങനെയല്ല, നമ്മൾ പ്രോഗ്രാമിൽ മറ്റേ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനൊക്കെ ഇപ്പൊ എന്തോ അഡ്ജസ്റ്റ് ചെയ്യും. ഷൂട്ട് ചെയ്യരുത് പ്ലീസ്. നമ്മളൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ കോമഡി എല്ലാം പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ അതൊരു രസമായിട്ട് ഇങ്ങനെ തോന്നില്ല. ഈ സാധനങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് പ്രൊമോ ആക്കിയിടും, ഇത് കട്ട് ചെയ്ത് യൂട്യൂബിൽ വരും. എന്തിനാ നമ്മളിങ്ങനെ വിളിച്ചിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നമ്മൾ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അത് ബാധിക്കും. നമ്മുടെ ഭാവി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊക്കെ കോമഡി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ സ്റ്റേജിൽ കേട്ടിട്ട് എന്തും കാണിക്കും. പക്ഷെ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയല്ല. സരയൊക്കെ കൂടുതലും ഇങ്ങനെ കോമഡി ചെയ്തായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അല്ല, ഞാൻ കവിതയും കഥയൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഞാൻ അത്രയും സീരിയസ് ആയിട്ട് എൻ്റെ പുസ്തകങ്ങളെ പറ്റി, ഷോർട്ട് ഫിലിമിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് കയറി എന്നെ കളിയാക്കിയിട്ട് കവിത, ഇവളെ കളിയാക്കി കവിത. അല്ല, അത് 2 വരിയല്ലേ പുള്ളി പാടും. നമുക്കത് കട്ട് ചെയ്താൽ പോരെ? നിങ്ങൾ കട്ട് ചെയ്യില്ല, എനിക്കറിയാം. നിങ്ങൾ ഇത് കട്ട് ചെയ്ത് പ്രമോ വെക്കും. ഞാൻ ഒരിടത്തും ഒരു പ്രശ്നം പേഴ്സണലി ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഒരിക്കലും ഇപ്പൊ സ്ക്രിപ്റ്റ് തരുമ്പോ നമ്മളത് കേട്ട് പിന്നെ നമ്മുടെ ഒരു ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ആർട്ടിസ്റ്റ് ബിനു ചേട്ടൻ ഒരു സ്റ്റേജിൽ വിളിച്ച് ഇത് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ഫസ്റ്റ് മുതൽ അവസാനം വരെ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും? അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഇത് ഒരു ഷോ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ അല്ലേ സീരിയസ് ആയി പോയത്. ഇപ്പൊ അത് ചെയ്തു, അതിനാ ഹ്യൂമർ വന്നപ്പോഴാണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ സാധനം അതാണ്. നമ്മളിത് ചെയ്യുമ്പോഴേ സംസാരിച്ചോണ്ട് കാര്യം ഇത് മുഴുവൻ നിങ്ങൾ ഷൂട്ട് ചെയ്യും. എനിക്കറിയാം, ഇത് മുഴുവൻ നിങ്ങൾ ഷൂട്ട് ചെയ്യും. അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. വേണ്ട, അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെയായിട്ടൊന്നും കരുതണ്ട കേട്ടോ. അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. സാധാരണ ഇപ്പൊ മഴവിൽ മനോരമയെന്ന് നമ്മൾ ഇത്രയും നല്ലൊരു ഷോയ്ക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ ഒരു തരത്തിലും അത് ഹേർട്ട് ചെയ്യുന്ന ഏത് സംഭവത്തിൽ പോയാലും ബിനു പറയുന്നത് കോമഡി ആയിട്ടല്ലേ പറയുള്ളൂ. നമ്മൾ ആർട്ടിസ്റ്റുകളല്ല, നമ്മളെല്ലാവരും ഒരു ആർട്ടിസ്റ്റുകളാണ്. ഇൻസൾട്ടിങ് ആയിട്ട് അത് വരില്ല. അതിന്റെ ഹോയുടെ ആദ്യം മുതലേ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഒരിക്കലും നിങ്ങൾ പ്രേക്ഷകർ അങ്ങനെ ഒരു മോശമായിട്ട് കാണില്ല. ഞങ്ങൾ കോമഡി ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവരെന്തെങ്കിലും ചെയ്തു പോയിട്ട് തന്നെ കാണുകയുള്ളൂ. അതിനകത്ത് അല്ലേ ഇപ്പം ലാലേട്ടൻ ഇവിടെ വന്നിരിക്കട്ടെ. അപ്പം നമ്മൾ വന്നൊരു കോമഡിക്ക് വേണ്ടി ഒരു സംഭവം ചെയ്തിട്ട് പോയാൽ പോലും പുള്ളിയുടെ ആ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളില്ലേ അതിനൊരിക്കലും ബാധിക്കില്ലത്. പിന്നെ ഇത് വിട്ട് കളഞ്ഞേക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇൻസൾട്ടിങ് ഒരു സംഭവമില്ല. നമ്മൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്തില്ലല്ലോ. പറഞ്ഞേ നമ്മൾ വരുമ്പോ നമ്മളെ നേരിട്ട് ഇൻസൾട്ട് ചെയ്യണുള്ളൂ. ഇവിടെ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇത് തീരുമാനം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവരും വെറുതെ കാണുകയാണ്. എങ്ങനെയാണ് സമയം കഴിഞ്ഞെങ്കിൽ വൈൻഡപ്പ് ആണെങ്കിൽ എല്ലാവരും നിന്നിട്ട് അങ്ങ് ഒരു ഇത് പറഞ്ഞാൽ പോരെ. കാര്യം ഇനിയിപ്പോൾ അതിന് കൺഫ്യൂസ് ക്ലൈമാക്സ് എടുക്കാനുള്ള മൂഡില്ല. നല്ല സുഖല്ലേ ഇവിടെ ഇരുന്നിട്ട് എല്ലാരും ഇങ്ങനെ വാരുമ്പോ. അത് കൊള്ളാം.
ഞങ്ങൾ വിളിക്കുന്നത് അത് കൊള്ളാം. അങ്ങനെ ചെയ്യോ തോൽവി വരികളൊക്കെ എഴുതി തന്നപ്പോ ഇങ്ങനെ ഒരു ചുരുക്കം ഉണ്ടാവും എന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സന്തോഷം. എന്നാ ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെയാണ് ഭയം.